Hi everyone, good morning. I'm Dr. Shiny, a career counselor here at Kottayam Public Library. ദിവസേന സ്റ്റുഡൻസിൻ്റെ മെൻ്റൽ ഹെൽത്തും ബിഹേവിയറൽ ഇഷ്യൂസും കാണുന്നു. അതുകൊണ്ട് ഇന്നത്തെ ടോപ്പിക് ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. റീസെൻ്റ്ലി പ്രശസ്തനായ യൂട്യൂബർ ധ്രുവ് രാത്തിയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു. കോൺ ബനേഗ കരോഡ്പതി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഒരു 10 വയസ്സുകാരനെ ലോകം ട്രോൾ ചെയ്യുന്നതും ധ്രുവിൻ്റെ കാഴ്ചപ്പാടും. ആ വീഡിയോയിൽ നിന്ന് ഇംപ്രസ്ഡ് ആയിട്ടാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഓൺലൈൻ ബുള്ളിങ്, സോഷ്യൽ മീഡിയ പ്രഷർ ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ് ഓൺ ചിൽഡ്രൻ സൈക്കോളജി, പിന്നെ ട്രോൾ ചെയ്യപ്പെട്ട ആ കുട്ടിയുടെ ബിഹേവിയറിന് പുറകിലുള്ള സൈക്കോളജിയും സയൻസും നമുക്കിന്ന് മനസ്സിലാക്കാം. കഥയിലേക്ക് ഇറങ്ങിയാലോ? കോൺ ബനേഗ കരോഡ്പതിയുടെ പാർട്ടിസിപ്പൻ്റ് ആയിരുന്ന ഒരു 10 വയസ്സുകാരൻ്റെ ഷോർട്ട് വീഡിയോ ക്ലിപ്പ് ഇറ്റ് ബിക്കംസ് റിയലി വൈറൽ. ആൾക്കാരുടെ കമൻറ്റ്, സ്ലാപ്പ് ഹിം, ഹിറ്റ് ഹിം, ബെൽറ്റ് ഹിം, എക്സെട്ര എക്സെട്ര. ഈ കുട്ടിയുടെ ബിഹേവിയറിന് പിന്നിലുള്ള 3 കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. 1. ഈ കുട്ടിയുടെ സൈക്കോളജി. ഹീസ് എ ഗ്രോയിങ് ചൈൽഡ്. ബ്രെയിൻ ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഞാൻ 9 മുതൽ 12 വയസ്സുള്ള ഈ ഏജിൽ കുട്ടികൾക്കൊരു ഫീലുണ്ട്, എനിക്കെല്ലാം അറിയാം, ഐ നോ എവ്രിതിങ്. ഇത് അരോഗൻസ് അല്ല, ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ടാണ്. കുട്ടികളുടെ ബ്രെയിന് ഒരു അഡൽട്ട് ബ്രെയിനിൻ്റെ മിനിയേച്ചർ ഫോമല്ല. കുറേയേറെ സെൻറ്റേഴ്സ് ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്, like empathy, social understanding and impulse control. Point number 2, parents upbringing. കുട്ടികൾ കോപ്പി ചെയ്യുന്നത് പേരൻസിനെയാണ്. ഡിസിപ്ലിനും ബൗണ്ടറീസും ഇല്ലാതെ ഒരു കാര്യത്തിലും നോ പറയാതെ their tolerance becomes really low. ഇന്നത്തെ ഈ ന്യൂക്ലിയർ ഫാമിലി യുഗത്തിൽ ഒരു കുട്ടിയുടെ ആവശ്യം നിറവേറ്റാൻ 2 പേര് മിനിമം, ചിലപ്പോൾ 4, ചിലപ്പോൾ 6 ആൾക്കാർ വരെ കണ്ട്. ഇതിന് 6 പോക്കറ്റ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഇതെല്ലാം കിട്ടുന്ന കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? ഐ എം എ പ്രിൻസ് ഓർ എ പ്രിൻസസ്. അവരുടെ കംഫർട്ട് ലെവലിന് പുറത്ത് വരുമ്പോൾ മാത്രമാണ് അവർ ലൈഫ് എന്താണെന്ന് മനസ്സിലാകുന്നത്. വിത്ത് ലോ ഇൻടോളറൻസ്. ഇപ്പോൾ പറഞ്ഞ ഈ ഗ്രൂപ്പാണ് ഒരു എക്സ്ട്രീം, പേരൻസിൻ്റെ. അടുത്ത എക്സ്ട്രീം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും വെർബൽ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസ്. ഈ ഫിസിക്കൽ അബ്യൂസ് അല്ലെങ്കിൽ വെർബൽ അബ്യൂസ് പേടിച്ച് കുട്ടി ആ കാര്യം ചെയ്യാതിരിക്കും. പക്ഷെ നിങ്ങളില്ലാത്തപ്പോൾ ദേ വിൽ ഡെഫിനറ്റ്ലി റിപ്പീറ്റ്. ഇത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? കുട്ടികളിൽ വാല്യൂ ഇംപ്ലിമെൻറ്റ്. യു ഹാവ് ടു ആഡ് വാല്യൂസ് ഇൻ ദർ ലൈഫ്സ്. എന്തുകൊണ്ട് ചെയ്യണ്ട, എന്തുകൊണ്ട് ചെയ്യണം, അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞു കൊടുക്കണം. 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം പറഞ്ഞ കുട്ടികൾ മനസ്സിലാകുകയില്ല. യു ഹാവ് ടു റിയലി ഗ്രൂം ദം. ഈ 2 എക്സ്ട്രീംസും അല്ലാതെ നടുക്കൊരു വഴിയുണ്ട്. ദർ ആർ ബൗണ്ടറീസ്, ദർ ഇസ് ലവ്. നമ്മുടെ ഓരോ വിഷമങ്ങളും, വീട്ടിൽ നടക്കുന്ന ഓരോ വിഷമങ്ങളും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുന്ന ആ കുട്ടി. ദിസ് ടൈപ്പ് ഓഫ് പാരൻറ്റിങ്, ഇതാണ് എക്സലൻറ്റ്. 3ാമത്തെ പോയിന്റ്, എൻവയോൺമെൻറ്റ്. അടുത്ത 30 സെക്കൻഡിൽ നിങ്ങളെല്ലാവരെയും ഇൻക്ലൂഡിങ് മീ നമുക്ക് ആ കുട്ടിയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, ആ കുട്ടിയാവാം. കോൺ ബനേഗ കരോഡ്പതി എന്ന ബ്യൂട്ടിഫുൾ പ്രോഗ്രാമിൽ സാക്ഷാൽ അമിതാഭ് ബച്ചൻ സാറിൻ്റെ മുന്നിലിരിക്കുന്നു. ലൈറ്റ്സ്, ക്യാമറ, ഓൾ ഓൺ അസ്. ആ 10 വയസ്സുകാരൻ്റെ സൈക്കോളജിയുമായിട്ടാണ് ഇരിക്കുന്നത്. ഐ നോ എവ്രിതിങ്. അമിതാഭ് ബച്ചൻ സാറിൻ്റെ വിശദീകരണം അബൌട്ട് റൂൾസ് എനിക്കറിയാം, താങ്കൾ എന്നെ പഠിപ്പിക്കേണ്ട. ഇത് കേട്ട ആ ക്രൗഡ് മുഴുവൻ എന്താണ് ചെയ്തത്? അട്ടഹസിച്ച് കൈകൊട്ടി. ആൾക്കാരിൽ നിന്ന് കിട്ടിയ അപ്രിസിയേഷൻ, ഊഫ്. പിന്നെ ആ പ്രോഗ്രാം മുഴുവനും ഇതേ വൈബിൽ തന്നെ ആ കൊച്ചനങ്ങ് കൊണ്ടുപോയി. ഡിയർ ഫ്രണ്ട്സ്, ഈ കുട്ടിയുടെ ബിഹേവിയറിൻ്റെ പുറകിൽ അവൻ്റെ 10 വയസ്സുകാരൻ്റെ സൈക്കോളജിയും അവൻ്റെ പേരൻറ്റിങ്ങും എൻവയോൺമെൻറ്റും ആണെന്ന് മനസ്സിലായല്ലോ. നമുക്ക് ആസ് അഡൽട്സ് we need to extend our care, guidance and support to that child instead of trolling. If you like this podcast, do share it with your friends. See you in the next one. Thank you. I'm Dr. Shiny, a career counselor at Kottayam Public Library, signing off.